ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രീമി ആയിട്ടുള്ള മക്രൂണി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ മക്രൂണി ഒരുപാട് തരത്തിലുണ്ടാക്കലുണ്ടല്ലോ. ഞാൻ ഇന്നിപ്പോൾ ചീസും പിന്നെ ബട്ടറൊക്കെ വെച്ചിട്ടുള്ളൊരു മക്രൂണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി അത് നമ്മളൊരു പാത്രത്തിലോട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉപ്പും കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മക്രൂണി ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ മക്രൂണി ആണെങ്കിലും ഇല്ല പാസ്തയൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് അത് വെന്ത് വരുന്ന സമയം നമുക്ക് ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഒരു 1.5 സ്പൂണ് മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അത് ഇതേപോലെ ഇങ്ങനെ എന്താ പറയുക എടുത്തതിന് ശേഷം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെ അനുസരണം കൂട്ടും കുറക്കും ഒക്കെ ചെയ്യുക. ഞാനിപ്പം കുറച്ച് നല്ലോണം ക്രീമി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 1/2 കിലോ മക്രൂണിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ 1.5 പാക്കറ്റ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് പാലായിട്ട് നമ്മൾക്കിത് റെഡിയാക്കി എടുക്കാം. ഇതേ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. കുറുകി വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് നമ്മുടെ ചില്ലിയില്ലേ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി കേട്ടോ, അതൊക്കെ നിങ്ങളുടെ എരിവിനും ഇഷ്ടത്തിനും അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ അതേ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് മക്രൂണി റെഡിയാക്കി എടുക്കട്ടെ. അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് കുറച്ച് ബട്ടർ ഒഴിച്ചു. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി കുനുകുന അരിഞ്ഞതും അതുപോലെ തന്നെ ചുവന്നുള്ളി കുനുകുന അരിഞ്ഞതും കേട്ടോ. അതൊന്നിട്ടിട്ട് മൂപ്പിച്ച് എടുക്കണം. നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. എന്താ നമ്മളെ ക്രീം അപ്പുറം റെഡി ആയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഒരു 1.5 തക്കാളി കേട്ടോ. വലിയ തക്കാളിയൊക്കെ ആണെങ്കിലും ഒന്ന് മതി. അന്ന് നന്നായിട്ട് തന്നെ മിക്സിയിലിട്ട് അരച്ചെടുത്ത് അതിൻ്റെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടി മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വേണ്ട. അതൊന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. വേണമെങ്കിൽ മക്രൂണി മാത്രം നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കിയ ക്രീമിലിട്ടിട്ട് കഴിക്കുകയും ചെയ്യട്ടെ. ഇതാകുമ്പോൾ ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റാണ്. അതിനുശേഷം നമ്മളെ വെന്ത മക്രൂണി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ ക്രീമിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ടൊമാറ്റോയും പിന്നെ ഉള്ളിയൊക്കെ സവാളയൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ആദ്യമുള്ള ക്രീമിൽ മാത്രം വേവിച്ച് മക്രൂണി ഇട്ടിട്ടും കഴിക്കാം. ഇതുപോലെയും കഴിക്കാം. പക്ഷേ ഇതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ക്രീമൊക്കെ ചേർത്ത് കൊടുത്ത് ഞാൻ 2 ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ. പിന്നെ ഒന്ന് അത് മെൽട്ടായി വന്നതിന് ശേഷം ചൂടോടെ തന്നെ കഴിക്കുക. തണുക്കാനായിട്ട് വെക്കരുത്. ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. കണ്ടോ, നമ്മൾ ക്രീമി ആയിട്ടുള്ള മക്രൂണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ